പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ യേശു. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ
അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകൾ, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങൾ, സംസാരിക്കുന്ന വ്യക്തികൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, എഴുതുന്ന രേഖകൾ, എൻ്റെ മക്കൾ ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു, അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവ്, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭിക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. എൻ്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിൽ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയരെ, നമ്മൾ ഇന്ന് കാണുന്ന വചനം 2 ദിനവൃത്താന്തം 20:15. യഹസിയേൽ പറഞ്ഞു, യൂദായിലും ജെറുസലേമിലും വസിക്കുന്നവരും യഹോഷാഫാത്ത് രാജാവും കേൾക്കട്ടെ. കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. നാളെ അവർക്കെതിരെ പുറപ്പെടുക. അപ്പം എൻ്റെ വിഷയത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയില്ലേ, എന്താ കാര്യം? ഈ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മൾ അതിനെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില സമയത്ത് ടെൻഷൻ മാറിയ പോലെ തോന്നണമെന്നില്ല. പക്ഷെ ഒരു ഫ്രൂട്ട് ദൈവമായിരിക്കും നിശ്ചയിക്കുന്നത്. കാര്യം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജെറീക്കോയിലേക്കുള്ള പ്രവേശനം ഉണ്ടല്ലോ, ജെറീക്കോയിലേക്കുള്ള പ്രവേശനം. അപ്പം അതായത് ഈ ഇസ്രായേൽ മരുഭൂമിയിൽ നിന്ന് ജോർദാൻ കടന്ന് അപ്പുറത്തേക്ക് എത്തണത് ജെറീക്കോയിലേക്കാണ് എത്തണത്. അപ്പോഴെന്താണ്? അവിടെ അന്തിമ യുദ്ധമാണ്. ഇവർ വലിയ ഇസ്രായേലിനേക്കാൾ വലിയ വ്യവസ്ഥാപിതമായ ആയുധ പരിശീലനവും യുദ്ധജീവിതവും ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഇസ്രായേൽ ഇങ്ങനെ കൈകിട്ടിയ അരിവാളൊക്കെ ഇട്ട് ഇങ്ങനെ സഞ്ചരിക്കണമെന്നല്ലാതെ അവർക്കത് പരിശീലിക്കാൻ, അതുപോലെ തന്നെ വ്യവസ്ഥാപിതമായിട്ടൊരു നിലപാട് നിന്നുകൊണ്ട് ആക്രമിക്കാൻ അങ്ങനെയൊക്കെ ഒന്നും അത്രയുള്ള അവസ്ഥ അല്ല. പക്ഷെ ഇവരെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ വാഗ്ദാന പേടകവുമായി, അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യവുമായി ഇതിനെ വലം വെക്കുകയാണ്. വലം വെക്കുമ്പോഴാണ് ഇത് മോസസിൻ്റെ നിന്ന് കിട്ടിയ ഒരു ഉപദേശമാണ് അവർക്ക്. ഇത് പുറപ്പാട് തുടങ്ങണ കാലത്ത് മോസസ് പറയുമായിരുന്നു, നിങ്ങളെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് ധരിക്കരുതെന്ന് പറയും. മോസസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് തുടങ്ങിയപ്പോൾ തന്നെ മോസസിനെ അറിയാം നമ്മുടെ കൈപ്പിടി ഒതുങ്ങാത്ത ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകുമെന്ന്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്, നമ്മുടെ കൈപ്പിടി ഒതുങ്ങാത്ത കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു നിലപാട് ആദ്യമേ മോസസിനോട് ദൈവം പറയും, മോസസ് അവരോട് പറയണം എല്ലാ വിഷയവും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന് ഉള്ള ധാരണ തിരുത്തണം. അത് തെറ്റിദ്ധാരണയാണ്. എല്ലാ വിഷയവും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങത്തില്ല. അപ്പോൾ മോസസ് അവരെ വിളിച്ചിട്ട് പറഞ്ഞ് എല്ലാ വിഷയവും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്നും പറഞ്ഞ് നിങ്ങൾ ധരിച്ച് യാത്ര തുടങ്ങരുത്. പല വിഷയങ്ങളും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങത്തില്ല. പിന്നെ എവിടെ ഒതുങ്ങും? അത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതാ വിഷയം. നമ്മൾ ഒറ്റക്കല്ല ഈ യാത്ര. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മൗനമായിരുന്നാലും മതി. മൗനമായെന്ന് വെച്ചാൽ ദൈവത്തോട് ദൈവിക കാര്യങ്ങൾ ഇടപെട്ട് ദൈവത്തോട് ഐക്യപ്പെട്ടിരുന്നാൽ മതി. അതിൻ്റെ ഒരു വേർഷനാണ് ഈ 2 ദിനവൃത്താന്തം
20:15 പറയണത്. അതൊന്നൊരു വായിച്ചേ. കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്, ദൈവമാണ് പൊരുതുന്നത്. നാളെ അവർക്കെതിരെ പുറപ്പെടുക. അതായത് നിങ്ങളല്ല, ദൈവമാണ് പൊരുതുന്നത്. ഇത് ബൈബിൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനുസ്മരിപ്പിക്കുന്ന ഒരു സാധനമാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങളല്ല, ദൈവമാണ് പൊരുതുന്നത്. അപ്പം ഇങ്ങനെ ഏതെങ്കിലും കാര്യം നമ്മുടെ കൺട്രോളിൽ നിന്ന് പോയാൽ അപ്പോൾ നിനക്ക് പറയാൻ കഴിയണം, ഞാനല്ല, ദൈവമാണ് എനിക്ക് വേണ്ടി പൊരുതാൻ പോകുന്നത്. ആ ഒരു ബോധ്യത്തോടുകൂടി വേണം നീ യാത്രകളെ ദൈവാധിഷ്ഠിതമായി മുന്നേറ്റാൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകൂടി നന്ദി. എൻ്റെ സാക്ഷ്യം, എൻ്റെ പേര് അമ്മിണി. ഞാൻ ഓച്ചിറയിൽ നിന്ന് വരുന്നു. എൻ്റെ 2 മുട്ടിനും കാലുവേദനയായിരുന്നു. വർഷങ്ങൾ കൊണ്ട് ചികിത്സിച്ചിട്ടും കുറവില്ല. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാണ് 2 മുട്ടും. ഇവിടെ വന്ന് അമ്മയുടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തൈലവും പുരട്ടി ഉപ്പും കഴിച്ച് എൻ്റെ കാലുവേദന പരിപൂർണമായി മാറിക്കിട്ടി. 2 കാലിനും ഒട്ടും വേദനയില്ല. 10 വർഷം കൊണ്ട് എനിക്ക് കാലുവേദനയായിരുന്നു. തടവിച്ച് അമൃതയിൽ പോയി, എറണാകുളത്ത് വള്ളിക്കാവിൽ അമൃതയിൽ പോയി ഉള്ള ആയുർവേദ മരുന്നുകൾ മൊത്തം കഴിച്ച്, എന്നിട്ടൊന്നും എനിക്കൊരു കുറവില്ലായിരുന്നു. ഇവിടെ വന്ന് അമ്മയുടെ അടുക്ക വന്ന് ഉടമ്പടിയെടുത്ത് അമ്മയുടെ മരുന്ന് തൈലവും ഉപ്പും തേനും കഴിച്ച് എനിക്കിപ്പോൾ ഒട്ടും വേദനയില്ല. ബസ്സിൽ പോലും കയറാനൊക്കത്തില്ല. എൻ്റെ വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങി എനിക്ക് പല്ല് തേക്കാൻ ഇറങ്ങാൻ വയ്യായിരുന്നു, അതേലെ വേദനയായിരുന്നു. അമ്മയുടെ അനുഗ്രഹത്താൽ ഇപ്പോൾ എൻ്റെ 2 കാലിൻ്റെയും വേദന സൗഖ്യമാക്കി തന്ന മാതാവ്. അതുപോലെ തന്നെ എൻ്റെ മോൻ ഗൾഫിൽ പോയിട്ട് 10 വർഷമായി. അവൻ വരത്തില്ല, പൈസ അയച്ചു തരും, വരാം ഇപ്പോൾ വരാം, ഓണത്തിന് വരാം, ഉത്സവത്തിന് വരാം എന്നെല്ലാം പറഞ്ഞ് നിൽക്കുന്നതല്ലാതെ അവൻ വരത്തില്ല. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി സാക്ഷ്യത്തിൽ എഴുതി, എൻ്റെ അമ്മയെ 90 ദിവസം കഴിയുന്നതിന് മുമ്പ് എൻ്റെ മോൻ എൻ്റെ വീട്ടിൽ വരണമെന്ന് ഞാൻ എഴുതി. 26-ൻ്റെ അന്ന് എൻ്റെ മോൻ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീടെല്ലാം അലവലാതിയായി കിടന്നത് അതെല്ലാം വൃത്തിയാക്കി മതിലും കെട്ടി എനിക്ക് വണ്ടി എടുത്ത് തന്നേച്ച് എൻ്റെ മോൻ പോയി. അതുപോലുള്ള സൗഖ്യമാണ് എൻ്റെ അമ്മ എനിക്ക് തന്നത്. അതുപോലെ ഒരു ദിവസം എൻ്റെ വീട്ടിൽ പൈസ ഇല്ല. ഞാനിങ്ങനെ വിഷമിച്ചിരുന്നു. എൻ്റെ അക്കൗണ്ടിൽ വെറും 400 രൂപ കിടക്കുമ്പോൾ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, മോളെ നീ പോയി ആ 400 രൂപ ഇങ്ങ് എടുത്തോണ്ട് പോവാ. എൻ്റെ കുഞ്ഞ് പൈസ എടുത്തുകൊണ്ട് വന്ന് അന്ന് ഞങ്ങൾ പച്ചക്കറിയും മീനും എല്ലാം മേടിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു വഴിയിൽ നിന്ന് ഇഷ്ടം പോലെ പൈസ എൻ്റെ കയ്യിൽ വന്നു ചേർന്ന്. ഞങ്ങൾ സ്വപ്നം കാണാനൊക്കാത്ത പൈസ എൻ്റെ കയ്യിൽ എൻ്റെ അമ്മ എനിക്ക് തന്നു. അതുപോലെ തന്നെ എൻ്റെ 2 നട്ടെല്ലിന് വേദനയായിരുന്നു. ഒരുപാട് മരുന്നുകൾ കഴിച്ച് ആശുപത്രിയിൽ ചെന്നപ്പോൾ TT സ്കാൻ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. ഞാനിവിടുന്ന് കരുനാഗപ്പള്ളി മെട്രോയിൽ പോയി TT സ്കാനിങ്ങിന് കയറിയപ്പോൾ ഞാൻ പേടിച്ച് അത് കണ്ട് ഞാൻ അമ്മയെ മാതാവേ എന്നും വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് അതിനകത്ത് കിടന്ന്. അപ്പോൾ ഇവിടെ ഉള്ള ആലപ്പുഴയിലുള്ള ഒരാളായിരുന്നു അതിനകത്ത് നിന്നത്. ആ മോൻ എന്നോട് ചോദിച്ചു, ഏത് മാതാവിനെയാണ് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ കൃപാസന മാതാവിനെയാണ് വിളിക്കുന്നത്. അവിടെ വരുമോ? ഞാൻ പറഞ്ഞു, ഞാൻ ആഴ്ചയിൽ വരും. ഇവിടെ എത്ര പ്രയാസപ്പെട്ടായാലും ഞാൻ ആഴ്ചയിൽ ഇവിടെ വരും. എൻ്റെ വീട് ആലപ്പുഴ അമ്മേ എന്ന് പറഞ്ഞു. അങ്ങനെ അനേകായിരം കൃപകൾ എനിക്ക് എൻ്റെ അമ്മ തരുന്നുണ്ട്. എനിക്ക് ഏറ്റവും വിശ്വാസമാണ് എൻ്റെ അമ്മ. ഞാനൊരു ഹിന്ദുവാണ്. എനിക്ക് ഇനിയും ഞാൻ എൻ്റെ ജീവിതകാലം മൊത്തം എൻ്റെ അമ്മയോടുകൂടി ചേർന്ന് ജീവിക്കും. അതാണ് എൻ്റെ സാക്ഷ്യം. നട്ടലിൻ്റെ അകൽച്ച പെട്ടെന്നായിരുന്നു നടുവേദന വന്നത്. അതുപോലെ ഞാൻ പോയി ടെസ്റ്റ് ചെയ്ത് അച്ഛനെ കണ്ട് ഇവിടെ വന്ന് ചീട്ടെടുത്ത് അച്ഛനെ കണ്ട് അച്ഛൻ തൈലം പുരട്ടി നടുവിന് പ്രാർത്ഥിച്ച് എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന്. പിന്നെ ഞാൻ വേദനയുടെ ഒരു ഗുളിക പോലും കഴിച്ചിട്ടില്ല. എൻ്റെ വേദനയെല്ലാം എൻ്റെ
കൃപാസന അമ്മയും തിരുകുമാരനും കൂടെ മാറ്റിത്തന്ന് ഇനി എൻ്റെ ജീവിതകാലം മൊത്തം എൻ്റെ അമ്മയോടൊപ്പം ഞാൻ ജീവിക്കും. എനിക്ക് ഒക്കുന്ന കാലം മൊത്തം വരും. എൻ്റെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഞാൻ സാക്ഷ്യം കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന കണ്ടുകൊണ്ട് അവരെന്നോട് ചോദിക്കും, കൃപാസന മാതാവാണോ ഇവിടെ, പള്ളി പണിയുമോ? ഞാൻ പറഞ്ഞു വേണ്ടി വന്നാൽ ഞാനതും ചെയ്യും എന്ന് പറഞ്ഞു. എൻ്റെ മക്കൾക്കും വലിയ വിശ്വാസമാണ് ഇവിടെ വരുന്നതിനും. അവരെന്നെ ഒരുക്കി വിടും. എല്ലാ ആഴ്ചയിലും ഒക്കുന്ന സമയത്തൊക്കെ ഞാനിവിടെ വരും. ഇവിടെ വരാൻ കുളിച്ചൊരുങ്ങി പ്രാർത്ഥിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ എല്ലാവരെയും മഴവില്ല് കാണിക്കുന്നു, ഞാൻ മാത്രം ഒന്ന് കണ്ടിട്ടില്ലല്ലോ, മാതാവ് എന്നെ ഒന്ന് കാണീര്. ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ മാതാവിൻ്റെ ഫോട്ടോ വെച്ചെടുത്ത് പ്രാർത്ഥിച്ചിരിക്കുമ്പോഴുണ്ട് മഴവില്ല് ആ ഭിത്തിക്ക് തെളിഞ്ഞ്. അതൊക്കെ ഞാൻ ഓർത്ത് സങ്കടപ്പെട്ട് കരഞ്ഞു. വലിയ വായില്ലേ. അപ്പോൾ എൻ്റെ മക്കൾ എണ്ണീച്ചില്ല. അവർ ചോദിച്ചെന്താ അമ്മേ? ഞാൻ പറഞ്ഞു എന്നെ മാതാവ് മഴവില്ല് കാണിച്ച്. ആ അമ്മയ്ക്ക് തോന്നിയതാണ്. ഞാൻ പറഞ്ഞല്ല, ഞാൻ കണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും എനിക്ക് എൻ്റെ അമ്മ സാധിച്ചു തരുന്നു. എനിക്കിപ്പോൾ ഒരു ദുഃഖവും ഇല്ല, ഒരു വേദനയും ഇല്ല, ഒരു പ്രയാസവും ഇല്ല. എൻ്റെ ജീവിതകാലം മൊത്തം എനിക്കാവുന്നവരെ ഞാനിവിടെ വരും. രക്ഷിത പ്രവർത്തനം ഞാനിവിടെ വന്ന് പത്രം മേടിച്ച് ആശുപത്രികളിൽ കൊണ്ട് കൊടുക്കും, വീടുകളിൽ കൊണ്ട് കൊടുക്കും. അങ്ങനെ ഞാൻ പത്രം കൊടുക്കുമ്പോൾ ആൾക്കാരെൻ്റെ കയ്യിൽ പൈസ തന്നിട്ട് പറയും പള്ളിയിൽ പോകുമ്പോൾ അവിടെ ഇട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും. ഒരു ചേച്ചി എൻ്റെ കാശ് തന്നിട്ട് പറഞ്ഞ് എൻ്റെ മോടെ കല്യാണം നടക്കുന്നില്ല, അവൾക്ക് കല്യാണം വേണ്ട, അതുകൊണ്ട് ഈ പൈസ അവിടെ ഇട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു അതിനെന്താ ഇനി തന്നേരം ഞാൻ പ്രാർത്ഥിച്ചോളാം. ബസ്സിനകത്തായാലും വരുമ്പം ഞാൻ കാശ് രൂപം പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു ചോദിക്കും എവിടെ പോന്നു? ഞാൻ പറഞ്ഞ് ഞാൻ കൃപാസനത്തിൽ പോന്നു. അപ്പോൾ അവർ പൈസ 100 രൂപ 50 രൂപ എല്ലാം എൻ്റെ കയ്യിൽ തരും. ഞാനതിവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ എന്തോ വേറെ വെക്കത്തില്ല, ഞാനത് പൊതിഞ്ഞ് വേറെ വെക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പൈസയുടെ കൂടെ അതാകരുതെന്നും പറഞ്ഞ് ഞാനത് വേറെ വെച്ച് അതിവിടെ കൊണ്ടുവന്ന് പൊതി അടിച്ച് കാണിക്ക വഞ്ചിക്കകത്ത് ഞാനിടും. അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഇന്നലെയും ഞാൻ പോയി 3 രോഗികളെ കണ്ട്. എന്നാലാവുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മ എനിക്ക് കൃപ തരുന്നുണ്ട്. എനിക്ക് ഇനിയുള്ള ഒരു കാലം എൻ്റെ അമ്മയുടെ കൂടെ ജീവിച്ചാൽ മതിയെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാം രാവിലെയും വൈകിട്ടും ഞാൻ പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലും, ബൈബിള് വായിക്കും. 2 വട്ടം ഞാൻ ജപമാല ചൊല്ലും. ആൾക്കാരെല്ലാം എന്നോട് ചോദിക്കുന്നു എന്തുവാ ക്രിസ്ത്യാനിയാണെന്നോ? ഞാൻ പറഞ്ഞു ആന്ന്, ഞാൻ ക്രിസ്ത്യാനിയാണ്. ആൾക്കാരൊക്കെ ഒരുപാട് പേര് കളിയാക്കുന്നവരുണ്ട്, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളവരുണ്ട്. ഞാൻ ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇന്നൊരാൾ വരാമെന്ന് പറഞ്ഞതായിരുന്നു, കക്ഷിക്ക് വരാൻ പറ്റിയില്ല. എൻ്റെ വീട്ടിൽ പെയിൻ്റ് അടിക്കാൻ വന്ന ഒരു മോനാ. അവൻ പറഞ്ഞ അമ്മ എനിക്കും വരണം അമ്മയുടെ കൂടെ കൃപാസനത്തിൽ. ഞാൻ പറഞ്ഞു അതിനെന്താ മോനെ കൊണ്ടുപോകാൻ, ഞാൻ ചൊവ്വാഴ്ച പോകുന്നു. ഞാൻ എല്ലാ ആഴ്ചകളിലും ഇവിടെ വരും, എനിക്ക് ഒക്കുമ്പോഴെല്ലാം ഞാൻ വരും. അന്നേരം പറഞ്ഞ അമ്മ എൻ്റെ കുഞ്ഞിന് വയ്യ, അതുകൊണ്ട് ഇന്ന് വരുന്നില്ല. എൻ്റെ കൂടെ ഒരുപാട് പേര് വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം എൻ്റെ ഈശോയും എൻ്റെ അമ്മയും എന്നെ അനുഗ്രഹിച്ചതിന് കോടാനുകോടി നന്ദി. എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ വീടിനും സമാധാനവും സന്തോഷവും. അപ്പോൾ ഞങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. സങ്കീർത്തനം 107:19 വചനമാണ്. 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 പരിശുദ്ധ അമ്മ ജീവനോടെ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അന്നോട്ട് ഇന്ന് വരെ അമ്മയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷേ 40ഓളം വർഷത്തെ ജോസഫ് അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതവും ആത്മീയ ജീവിതത്തിൻ്റെയും ഉള്ള ആ ആസ്തി, അച്ഛൻ്റെ ആത്മീയ ജീവിതത്തിന് വേണ്ടി ചെല്ലിയ ജപമാലകളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രകാരമായിരിക്കാം ഒരുപക്ഷെ പരിശുദ്ധമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളാണ് ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. അച്ഛൻ്റെ ആത്മീയ ആസ്തിയിലൂടെ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണവും നമുക്ക് ലഭിക്കുന്ന ആ അനുഗ്രഹങ്ങളാണ് നമുക്ക് നമ്മുടെ ഉടമ്പടി പാലിക്കുമ്പോൾ അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയും കരം നീട്ടി നമ്മളെ സഹായിക്കുന്നത്. അങ്ങനെയാണ് അമ്മിണി എന്ന സഹോദരിക്ക് പൂർണ്ണമായിട്ട് അച്ഛൻ പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞത് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നാണ്. അതും അച്ഛനോട് തന്നെ പരിശുദ്ധ അമ്മയാണ് വെളിപ്പെടുത്തി കൊടുത്തത്. അങ്ങനെയാണ് ഇന്ന് അമ്മയുടെ സാക്ഷിയായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. 10 വർഷത്തോളം മകൻ വിളിക്കില്ലായിരുന്നു.
ഈ സഹോദരി പ്രാർത്ഥിച്ച് 90 ദിവസത്തിനകം എൻ്റെ മകൻ ഫോൺ വിളിക്കണേ എന്ന് വരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മകൻ തിരിച്ചു വരികയും നല്ലൊരു ഭവനം ഉണ്ടാക്കുകയും വാഹനം മേടിക്കുകയും ഒക്കെ ചെയ്ത് അമ്മ ഈ സഹോദരിയെ അനുഗ്രഹിച്ചു. പിന്നീടുണ്ടായിരുന്നത്, ഇതിനൊക്കെ മുമ്പ് ഉടമ്പടി എടുത്ത സമയത്താണ് ആകപ്പാടെ അക്കൗണ്ടിൽ 400 രൂപയാണ്. അന്ന് വളരെ ബുദ്ധിമുട്ടുന്ന സമയങ്ങളായിരുന്നു, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിയ സമയങ്ങൾ. അപ്പോഴാണ് പറഞ്ഞ മകളോട് ഒരിച്ചിരി പൈസ അക്കൗണ്ടിൽ 400 രൂപയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് വരാനായിട്ട് ബാങ്കിൽ പോയത്. അപ്പോഴാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു നല്ലൊരു തുക കയ്യിലേക്ക് വരുന്നത്. അതും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, സ്വപ്നത്തിൽ കാണാൻ പോലും പറ്റാത്ത രീതിയിൽ അമ്മ അനുഗ്രഹിക്കുകയാണ്. അന്ന് ആഹാരത്തിനുള്ള സാധനം മേടിക്കാനായിട്ടാണ് കാശെടുക്കാൻ പോകാൻ തീരുമാനിച്ചത്. പക്ഷേങ്കിൽ അവിടെ വലിയൊരു അനുഗ്രഹം നൽകിയാണ് അമ്മ അനുഗ്രഹിക്കുന്നത്. നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും അറിയുന്ന ഒരമ്മയാണ് കൃപാസന അമ്മ. കാനായിലെ കുടുംബത്തിലെ കാര്യം അമ്മയാണ് പെട്ടെന്ന് അറിയുകയും ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ എന്ത് പ്രശ്നമായാലും ഏത് പ്രതിസന്ധിയിലായാലും അമ്മയോട് പറഞ്ഞാൽ നമുക്ക് വേണ്ടി അമ്മയുണ്ട്, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനായിട്ട്. അമ്മ നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയിലേക്ക് കൊണ്ടുപോവുകയാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ മതി. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യമാണ് നമ്മുടെ കൂടെയുള്ളത്. പുറപ്പാടിൻ്റെ പുസ്തകം 33:16 പറയുന്നത് പോലെ, അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനഭൂമുഖത്തുള്ള മറ്റ് എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരാകുമെന്നാണ്. ഉടമ്പടി മക്കൾ മറ്റു മക്കളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നമ്മുടെ ജീവിതത്തിലും ആ ദൈവ സാന്നിധ്യം അടുത്തറിയുവാനും കൃപാസന മരിയൻ ഉടമ്പടി കൂടുതൽ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുവാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മിണിക്കും സഹോദരി അമ്മിണിക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശുവേ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ ആൾത്താരയിൽ സാക്ഷി പറയാൻ സാധിച്ചതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ബോംബെ വാഷി സെയിൻറ്റ് തോമസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു ടീച്ചറാണ്. സെൻറ്റ് മേരീസ് സ്കൂൾ വാഷിയിലെ ടീച്ചറാണ് ഞാൻ. 2024 ഞാൻ ആദ്യമായി സീറ്റെറ്റ് എക്സാമിന് അപ്പിയർ ചെയ്തു. സീറ്റെറ്റ് എന്ന് പറഞ്ഞാൽ CBSE നടത്തുന്ന ടീച്ചേഴ്സിനുള്ള എലിജിബിലിറ്റി ടെസ്റ്റാണ്. 150 ക്വസ്റ്റ്യൻ ഉണ്ട്, 150 മിനിറ്റ്. അത് OMR ഷീറ്റിലാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. OMR ഷീറ്റ് ബബിൾ ചെയ്യാൻ തന്നെ 15 മിനിറ്റ് സമയമുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് പോലും കിട്ടത്തില്ല. അപ്പോൾ 2024 ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു. കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് അതിലത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എനിക്ക് എൻ്റെ മെറിറ്റിലായിരുന്നു വിശ്വാസം. ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ സയൻസിൽ ഒത്തിരി എനിക്കറിയാം, 30-ൽ 30 എനിക്ക് സയൻസിൽ കിട്ടും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. പിന്നെ ലാംഗ്വേജ് 2 ഉണ്ട്. പിന്നെ അതും അത്യാവശ്യം എനിക്ക് പാസ്സാകാനുള്ള അവിടെയും കിട്ടും. പിന്നെ എനിക്ക് മാത്സും സൈക്കോളജി ഒന്ന് ബ്രഷപ്പ് ചെയ്താൽ മതി. സൈക്കോളജി ഞാൻ പണ്ട് ഇതെല്ലാം BEഡിൻ്റെ സമയത്ത് പഠിച്ചതാണ്. ഞാൻ MSc ഫിസിക്സ് ആണ്. അപ്പോൾ മാത്സും ഒന്ന് പഠിച്ചാൽ എനിക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ച് ഏകദേശം 2 മാസത്തോളം ഞാൻ നന്നായിട്ട് പഠിച്ചു. ഓൺലൈനിൽ CBSEയുടെ ഒരു കോച്ചിങ് അത് വീഡിയോസ് കണ്ട് ഞാൻ നല്ല പ്രിപ്പയറായി. ഞാൻ എക്സാം എഴുതാൻ ഹോളിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ വിചാരം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാനിത് പാസ്സാകാതിരിക്കാനുള്ള ഒരു കാര്യവും ഞാൻ കാണുന്നില്ല. പക്ഷേ എനിക്ക് 4 സെക്ഷനെ തീർക്കാൻ പറ്റുള്ളൂ. മാത്സിൻ്റെ സെഷനിലേക്ക് ഞാൻ വരുമ്പോഴേക്കും എൻ്റെ സമയം കഴിഞ്ഞു. റിസൾട്ട് വന്നപ്പോഴേക്കും എനിക്ക് 90 മാർക്ക് കിട്ടേണ്ട സ്ഥാനത്ത് 83 മാർക്കിന് എനിക്കത് മിസ്സായി. അതിനുശേഷം ഇത് 2024 2025 CBSE ഈ പരീക്ഷ നടത്തിയതേയില്ല. അപ്പം ഞാൻ പഠിച്ചത് മുഴുവൻ ഏകദേശം ഞാൻ മറന്നു പോകുന്ന അവസ്ഥയിലെത്തി. 2025 ഒക്ടോബർ 20 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അപ്പം ഓൺലൈൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞങ്ങളുടെ പള്ളിയിൽ കൃപാസനത്തിൽ വളരെയധികം പ്രേക്ഷിതരുണ്ട്. ഞാൻ വേദപാഠ ടീച്ചറാണ്. അത്യാവശ്യം എനിക്ക് ഭക്തിയുള്ള ആളാണ്. അപ്പോൾ ഞാൻ വേദപാഠം പഠിപ്പിക്കുന്ന ഒരു കുട്ടി വന്നിട്ട് എന്നോട് പറയുകയാണ്, ആ കുട്ടി കൊന്ത ചെല്ലുമ്പോഴേക്കും നല്ല മണം വരുന്നു, മുല്ലപ്പൂവിൻ്റെ മണം വരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ പറയണ ഞാനിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുവാണ്. അപ്പോൾ ആ കുട്ടിയുടെ അമ്മ ഓപ്പൺ ഡേക്ക് വന്നപ്പോൾ അവരും ഇത് തന്നെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു ആഗ്രഹം, എന്നാൽ എനിക്കൊന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കണം. അങ്ങനെ വേദപാഠ ടീച്ചറായ ഞാൻ ആ കുട്ടിയുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ ആ നിമിഷം വിചാരിക്കുകയാണ്, ഞാൻ അന്ന് രാത്രി തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു.
അതിനുശേഷം ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്ന 6 കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്യാൻ തുടങ്ങി. എന്നും ബൈബിൾ വായിക്കും, പിന്നെ എല്ലാവരോടും പറയും, രാവിലെ സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങി, ഡെയിലി ബ്രെഡ് കാണും, അതെല്ലാം ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ ഒരു 2026 വീണ്ടും ഈ CTET പരീക്ഷയ്ക്ക് വിളിച്ചു. ആ സമയത്ത് എനിക്ക് ശരിക്കും പഠിക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പം പക്ഷേ ഞാൻ അപ്ലൈ ചെയ്തു. എന്തോ എനിക്ക് ഭയങ്കര ഒരു ധൈര്യമായിരുന്നു ആ സമയത്ത്. ഞങ്ങളുടെ സ്കൂളിൽ ആനുവൽ ഡേ ഒക്കെ ആയിട്ട് എനിക്ക് അങ്ങ് ഒന്നും പഠിക്കാൻ ഈ പ്രാവശ്യം പറ്റിയില്ല. ഞാൻ ആ അവസ്ഥയിൽ ഞാൻ പരീക്ഷ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പരീക്ഷ എഴുതാൻ തുടങ്ങി. കയറിയപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു. ഉപ്പ് വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ഇരുന്ന സ്ഥലമെല്ലാം ഞാൻ വെതറിയിട്ടാണ് ഞാൻ പരീക്ഷ ആരംഭിച്ചത്. ഞാൻ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ ആത്മാർത്ഥമായിട്ട് വായിച്ച് ചെയ്തു. പിന്നെ എനിക്ക് മനസ്സിലായത് സമയം കിട്ടുന്നില്ല. പിന്നെ എനിക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഏറ്റവും നന്നായിട്ട് ഞാൻ അറിയാവുന്ന സയൻസ് പോലും എനിക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് മാത്രം എഴുതി ഞാൻ പോവുക. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ 90 മാർക്കൊന്ന് എത്തിയാൽ മതി, അങ്ങനെ അങ്ങ് പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ലാംഗ്വേജ് സെഷനിലേക്ക് പോകുമ്പോഴത്തേന് ഞാൻ റിയലൈസ് ചെയ്യുവാണ്, എനിക്ക് 60 ക്വസ്റ്റ്യൻ ഇനി അറ്റംപ്റ്റ് ചെയ്യാനുണ്ട്. 25 മിനിറ്റാണ് ഇനി ബാക്കിയുള്ളത്. ഇനി ക്വസ്റ്റ്യൻ വായിച്ച് എഴുതാൻ എനിക്ക് സമയമില്ല. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലാംഗ്വേജിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ആ ഒരു പാനിക് സിറ്റുവേഷനിൽ ഞാൻ ചെയ്യുന്ന കോളം എനിക്ക് തെറ്റിപ്പോയി. ഞാൻ ബബിൾ ചെയ്ത കോളം തെറ്റിപ്പോയി. അപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിച്ചു. അപ്പോഴുടനെ എനിക്ക് മനസ്സിലായി ഇനി ഇത് എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ഞാൻ എൻ്റെ കയ്യിലിരുന്ന ഉപ്പ് വീണ്ടും ഞാൻ ആ OMR ഷീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് ബാക്കിയുള്ള 60 ക്വസ്റ്റ്യനെ ഞാൻ അങ്ങ് ബബിൾ ചെയ്തു. ഞാൻ ഒരു ക്വസ്റ്റ്യൻ പോലും വായിച്ച് നോക്കിയില്ല. അത് കഴിഞ്ഞിട്ട് ഈ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത് മാർച്ചിലാണ്. മാർച്ച് മാസം ഞാൻ എന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, റിസൾട്ട് വരുന്നുണ്ടോ. മാതാവിൻ്റെ ഉപ്പ് വിതറി പ്രാർത്ഥിച്ച് എക്സാം ആയതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ മാതാവ് വിചാരിച്ചാൽ മാത്രമേ ഞാൻ അവിടെ രക്ഷപ്പെടത്തുള്ളൂ. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളത് എൻ്റെ കാര്യത്തിൽ സത്യമാകാൻ പോവുകയെന്ന് ഞാൻ അങ്ങ് ആഞ്ഞു വിശ്വസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ മാർച്ചിലെ അവസാനത്തെ തിങ്കളാഴ്ച രാത്രി ഞാൻ ഇങ്ങനെ കട്ടിലേക്ക് കടന്ന സമയത്താണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഫോണിൽ നോട്ടിഫിക്കേഷൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇനിയിപ്പം നാളെ രാവിലെ ഉടമ്പടി ധ്യാനം കൂടിയിട്ട് ഞാൻ റിസൾട്ട് നോക്കാം. അങ്ങനെ ഞാൻ ഉടമ്പടി ധ്യാനം പിറ്റേ ദിവസം ഞങ്ങൾക്ക് സ്കൂളിൽ അവധിയായിരുന്നു. ഞാൻ മഹാരാഷ്ട്രയിൽ അവധിയായിരുന്നെന്ന്. ഞാൻ അങ്ങനെ ഉടമ്പടി ധ്യാനം തുടങ്ങുന്നതിന് മുന്നേ നീലത്തിരിയും പച്ചത്തിരിയും ഞാൻ കത്തിച്ചു വെച്ചു. അത് കത്തിച്ചു വെച്ചതിന് ശേഷം ഞാൻ ഉടമ്പടി മുട്ടുകുത്തി നിന്ന് ഉടമ്പടി ധ്യാനം മൊത്തം ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ തിരി ഊതി കഴിയുമ്പോഴത്തേക്കിനും ഞാൻ കാണുന്നത് എൻ്റെ പച്ചത്തിരിയിലോ എൻ്റെ വിക്കിലോ 9 തെളിഞ്ഞ് നിൽക്കുന്നു. അതിൻ്റെ കൂടെ അപ്പം എനിക്ക് അപ്പം തന്നെ മനസ്സിലായി 9 എന്നുള്ളത് 90 സൂചിപ്പിക്കുന്നു. 90ആണ് പാസിംഗ് മാർക്ക്. അപ്പം 91 കറക്റ്റായിട്ട് അതിൽ വരുവാണ്. അപ്പം ഞാൻ റിസൾട്ട് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ മാർക്ക് 91 മാർക്ക്. അപ്പോൾ ഒരു തിരിയേൽ 9 വരുന്നു പച്ച തിരിയേൽ, മറ്റേ തിരിയുടെ വിക്ക് ഇങ്ങനെ നേരെ ഇരിക്കുന്നു. അപ്പം 91 കറക്റ്റായിട്ട് ആ മാർക്കാണ് എനിക്ക്. അപ്പം ഞാൻ റിസൾട്ട് അറിയുന്നതിന് മുന്നേ മാതാവ് എന്നെ കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് ഒരു സംശയം വേണ്ട, ഞാൻ കറക്കി കുത്തി എഴുതിയതല്ല, മാതാവ് തന്നെയാണ് ചെയ്തതെന്ന് അങ്ങനെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിൽ പല സ്ഥലത്തു നിന്നുള്ള ടീച്ചേഴ്സുണ്ട്. എനിക്ക് എല്ലാവരെയും ഇതുകൊണ്ട് കാണിക്കാൻ പറ്റി. മാതാവിൻ്റെ സാക്ഷ്യം ഞാൻ എല്ലാവരുടെയും എടുത്ത് എന്ന് പറഞ്ഞു. ഓരോരുത്തരെ വിളിച്ച് ഇത് കാണിച്ചു. അതിനുശേഷം പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസത്തിൽ എനിക്ക് ഒരു ദിവസം ഭയങ്കരമായിട്ട് വയറ്റുവേദന വന്നു. അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ അത് പോകാതെ വന്നപ്പോൾ ഞാനത് ഹോസ്പിറ്റലിൽ പോയി. സ്കാനിങ് ചെയ്തപ്പോൾ എനിക്ക് ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ട്. അപ്പോൾ വിശദമായ ടെസ്റ്റിന് ഡോക്ടർ പറഞ്ഞു. നെക്സ്റ്റ് ഡേ വന്ന് ഡീറ്റെയിൽ സ്കാനിങ്ങും കുറേ ടെസ്റ്റുകളും ഒക്കെ ചെയ്തു. ടെസ്റ്റുകൾക്കെല്ലാം അവരെന്നെ ഒരു സർജൻ്റെ അടുത്തേക്കാണ് റെഫർ ചെയ്തത്. അവർ സർജൻ്റെ അടുത്ത് റെഫർ ചെയ്തു. സർജൻ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് അവസാനം ഒരാഴ്ചയ്ക്ക് ശേഷം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഇത് ഗോൾ ബ്ലാഡറിലെ സ്റ്റോൺ കൊണ്ടല്ല നിങ്ങൾക്ക് വേദന വന്നത്, പിന്നെയുള്ളത് ഗൈനക്കോളജിസ്റ്റിനെ കാണുക എന്നുള്ളതാണ്. ആ സമയത്ത് എനിക്ക് തോന്നുകയാണ് ഞാനൊരു ഒരാഴ്ച പോയി, എൻ്റെ വേദനയും പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് അടുത്ത ദിവസം ഞാൻ നാട്ടിൽ വരുമ്പോൾ ഞാൻ ഇവിടെ വന്ന് ഗൈനക്കോളജിസ്റ്റിനെ കാണാം. അങ്ങനെ ഇവിടെ വന്ന ഉടനെ തന്നെ ഞാൻ കൃപാസനത്തിൽ വന്നു, അമ്മയെ കണ്ടു. ഞാൻ ഈ സാക്ഷ്യം പറയാനാണ് വന്നത്, പക്ഷേ എനിക്ക് അന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ ഇത് ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറയുവാണ് എൻ്റെ ഓവറിയിൽ ഒരു
ഡെർമോയിഡ് സിസ്റ്റ് ഉണ്ട്. ആ സിസ്റ്റ് കാരണമാണ് അന്ന് എനിക്ക് വേദന വന്നത്. അത് ഒരു ചെറിയ ഓറഞ്ചിൻ്റെ വലുപ്പത്തിലുള്ള അടിയന്തരമായിട്ട് എനിക്ക് ഇപ്പം തന്നെ ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യണം. അത് ടോർഷനാവും. അങ്ങനെ ആവുമ്പോഴാണ് വേദന വരുന്നത്. ഇനി അങ്ങനെ ഒരിക്കൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഓവറിയോടുകൂടി എടുത്ത് കളയേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് എനിക്കങ്ങ് ഭയങ്കര ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഞാനിവിടെ വന്നപ്പോൾ തന്നെ മാതാവിൻ്റെ അടുത്ത് വന്നു. ഡോക്ടർ പറയുവാണ് ഇതിന് വേറെ ഒന്നും ചെയ്യാനില്ല, ഉടനെ തന്നെ സർജറി ചെയ്യണം, നമ്മൾ ഉടനെ തന്നെ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പ്രീ സർജറി സ്കാനിങ്ങിനായിട്ട് ഞങ്ങളോട് പുറത്തേക്ക് ഇരിക്കാൻ പറയുന്നു. അങ്ങനെ പുറത്ത് ഞങ്ങൾ സ്കാനിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കൊന്തയെടുത്ത് ചെല്ലുക. ചെല്ലിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഇത് 22-ാം തീയതി ഫ്രൈഡേ ആണ്, May 22. അപ്പം എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വരികയാണ്. അന്ന് രാവിലെ ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ പറയുന്നുണ്ട് അടിവയറ്റിലുള്ള മുഴകൾ സുഖപ്പെടുത്തുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഡെയിലി ബ്രെഡിൻ്റെ എൻ്റെ കയ്യിൽ ഫോണുണ്ട്. ഞാൻ ഉടനെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് അത് കേൾക്കാൻ തുടങ്ങി. പ്രത്യക്ഷീകരണ പ്രാർത്ഥന അത് ആ ഓർഡറിൽ ഞാൻ ചെല്ലാൻ തുടങ്ങി. അങ്ങനെ 3 പ്രാവശ്യം ഞാനത് ഭക്തിയോടെ പ്രാർത്ഥിച്ചു. അച്ഛൻ പറയുന്ന പ്രാർത്ഥന കേട്ടു, അനുഗ്രഹം വാങ്ങിച്ചു. അങ്ങനെ 3 പ്രാവശ്യം അത് കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും ഡോക്ടർ എന്നെ സ്കാനിങ്ങിന് വിളിച്ചു. ഞാൻ അകത്ത് കയറി സ്കാൻ ചെയ്യുമ്പോഴത്തേനും ഈ ഡോക്ടർ എന്നോട് ചോദിക്കുവാണ്, നിങ്ങൾ എന്തിനാ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡെർമോയിഡ് സിസ്റ്റ് ഇപ്പോൾ അവിടെ കാണാനില്ല, അതിന് പകരം അവർക്കൊരു ക്ലിയർ സിസ്റ്റ് കാണാം, അതൊരു ചെറുത്. ഇവർ ആദ്യം റിപ്പോർട്ടിൽ ബോംബെയിലുള്ള ഹോസ്പിറ്റലിൽ നിന്നുള്ള അനുസരിച്ചാണെങ്കിൽ ഇതൊരു വലിയൊരു സിസ്റ്റാണ്, പക്ഷേ അതൊന്നും ഇപ്പോൾ കാണാനില്ല. അത് പൂർണ്ണമായിട്ടും ഡോക്ടർ ഉടനെ പറയുകയാണ്, ഇനി നിങ്ങൾക്ക് ലാപ്രോസ്കോപ്പിക് സർജറി ആവശ്യമില്ല, നിങ്ങളുടെ ഇത് ഡെർമോയിഡ് സിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ആവശ്യമില്ല എന്ന് പറയുന്നു. അങ്ങനെ അതിലൊരു വലിയൊരു സർജറിയിൽ നിന്ന് മാതാവ് എന്നെ രക്ഷപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഞാനിവിടെ വന്ന്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് സാക്ഷ്യം പറയാനായിരിക്കും മാതാവ് എന്നെ ആദ്യത്തെ ദിവസം സാക്ഷ്യം പറയാൻ അനുവദിക്കാതിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ, ഞങ്ങൾ കൃപാസനത്തിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് ഞങ്ങളുടെ ഇടവകയിൽ, 34 പേരുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, വളരെ ആക്റ്റീവാണ് എല്ലാവരും. അതിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് എല്ലാ മാസത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്, ഫുഡ് പാക്കറ്റുകൾ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ പേഴ്സണലി ഞാൻ എല്ലാ ആഴ്ചകളിലും ഫുഡ് പാക്കറ്റ്സ് ഹോംലെസ് ആൾക്കാർ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ഉള്ളവർക്ക് അത് മുടക്കാതെ എല്ലാ ആഴ്ചകളും ചെയ്യാറുണ്ട്. പിന്നെ രോഗികളെ കാണാൻ പോകാറുണ്ട്, ആശുപത്രിയിൽ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ പത്രം ഞാൻ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഡിസംബർ 24 ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തിരുന്നു. അപ്പോൾ ഇവിടുന്ന് മറാഠി പേപ്പറും ഇംഗ്ലീഷ് പത്രവും ഒക്കെ വാങ്ങിച്ചിരുന്നു. അതെല്ലാം ഞാൻ അവിടെ ചെന്ന് 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് പരിചയമില്ലാത്തവരുടെ അടുത്ത് പോയി മാതാവിനെക്കുറിച്ച് പറഞ്ഞ് ഞാൻ ഇംഗ്ലീഷും മറാഠി പേപ്പറും എല്ലാം എല്ലാവർക്കും കൊടുത്തു. പിന്നെ എൻ്റെ കയ്യിലിരുന്ന മലയാളം പത്രങ്ങൾ കുറച്ച് പേര് വന്ന് മലയാളം പത്രം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്തു. അവർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി ഞാൻ മലയാളികളോട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പള്ളിയിലുള്ള എല്ലാവർക്കും മാതാവിനെക്കുറിച്ച് അറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു മലയാളം പത്രമല്ല എനിക്ക് വേണ്ടത്, മറാഠി പത്രമാണ്. അങ്ങനെ ഞാൻ കൂടുതൽ മറാഠി പത്രങ്ങൾ വാങ്ങിച്ച് ബാക്കിയുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ എൻ്റെ ആത്മീയമായി എനിക്ക് വളരെയധികം വ്യത്യാസമുണ്ട്. എനിക്ക് തന്നെ അറിയാം എൻ്റെ ദേഷ്യം എന്ന് പറയുന്ന അങ്ങനെ എനിക്കൊരു ദേഷ്യവും മുൻകോപവും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ അതൊന്നും എൻ്റെ ജീവിതത്തിലില്ല. എനിക്ക് ആരോടും ഒരു ദേഷ്യം ഇപ്പോൾ തോന്നാറില്ല. ഞാൻ നോക്കുമ്പോൾ എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഞാൻ വിചാരിക്കുന്നത് ഇതിന് മുന്നേ അങ്ങനെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവർക്കും എന്നോട് സ്നേഹം തോന്നുന്നത്? അപ്പോൾ അവരല്ല മാറിയത്, ഞാനാണ് മാറിയത്. എൻ്റെ ഉള്ളിൽ വന്ന ആ ചേഞ്ചിൽ നിന്നാണ് എനിക്കിപ്പോൾ എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് തോന്നുന്നു. അതാണ് ഇവിടെ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഞാൻ ഒരിക്കൽ കൂടി മാതാവിനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ. രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അഞ്ജു സണ്ണി എന്ന ഇമകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം. ഒരിക്കൽ കൂടി നാം ഒരു ടീച്ചറിൻ്റെ സാക്ഷ്യമാണിത്. സീറ്ററ്റ് എക്സാം പാസ്സായതിൻ്റെ വലിയ സാക്ഷ്യമാണിത്. സീറ്ററ്റ് CBSE എലിജിബിലിറ്റി ലഭിക്കാനുള്ള എക്സാമാണിത്. മകൾ പറയുകയായിരുന്നു, ഇതൊരു അസാധ്യതയുടെ സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ മധ്യസ്ഥത്തിലൂടെ തന്നെ ഈ കടമ്പ കടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മകൾ ശക്തമായി വിശ്വസിക്കുകയും
ആ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തതിൻ്റെ നന്ദി പ്രകാശനമാണ് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യം. തികച്ചും മെറിറ്റിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരുന്ന ഒരു മകളാണ് അഞ്ജു സണ്ണി. സയൻസിൽ എനിക്ക് 30-ൽ 30 മാർക്ക് കിട്ടും, വളരെ കോൺഫിഡൻസ് ഉള്ള മകളാണ്. പക്ഷേ എല്ലാം കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിൽ പരിശുദ്ധ അമ്മയോട് ശക്തമായി പ്രാർത്ഥിച്ച് നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ഒരു കൊച്ചുകുഞ്ഞ് പറഞ്ഞു കൊടുത്തു, ഞങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ ഞങ്ങൾക്ക് സുഗന്ധാഭിഷേകം ലഭിക്കുന്നു. ജ്ഞാനികളിൽ നിന്നും വേഗികളിൽ നിന്നെല്ലാം മറിച്ച് കുഞ്ഞുങ്ങൾക്ക് പല കാര്യങ്ങളും ഈശോ വെളിപ്പെടുത്തുമെന്ന് നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ നാം പഠിക്കുന്നതായി നമുക്കറിയാം. കുഞ്ഞുങ്ങളാണ് നമ്മളെ, ടീച്ചേഴ്സിനെ പോലും പലതും പഠിപ്പിക്കുന്നത്. മാതാവ് തന്നെ മകൾക്കൊരടയാളം കൊടുത്തു. നിനക്ക് ലഭിക്കാനിരിക്കുന്ന മാർക്ക് 91 മാർക്ക് അത് തിരിയിൽ കൃത്യമായി എഴുതി കാണിച്ചുകൊണ്ട് മകളെ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും വളരെ ശക്തമായി ഇവിടെ ഇന്ന് സാക്ഷ്യം പറയാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതിന് നന്ദി പറയുകയാണ്. ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ഇന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ദിവ്യബലിയുടെ സമയത്ത് പറയുകയായിരുന്നു, പാസ്റ്റിൻ്റെ ലെസൺസ് പഠിപ്പിച്ചിട്ട് പ്രസൻറ്റിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യാൻ പഠിപ്പിക്കുന്നതാണ് ഉടമ്പടിയെന്ന്. നമ്മൾ ഒരു ഗ്രാമർ പഠിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ ഒരു ടീച്ചറിൻ്റെ ജീവിതം വളരെ ശക്തമാകുന്നു. അത് ഉടമ്പടി എങ്ങനെയാണ് പാസ്റ്റും പ്രസൻറ്റും കണക്റ്റ് ചെയ്യുന്നതെല്ലാം നാം ഉടമ്പടി ജീവിതത്തിലൂടെ മനസ്സിലാക്കി അത് പ്രാക്ടിക്കലായി അപ്ലൈ ചെയ്യുന്ന ഒരു വലിയ വിധി കൂടിയാണ് ഈ ഉടമ്പടി പ്രാർത്ഥനാ പദ്ധതി. അഞ്ജുവിന് വീണ്ടും പറയാനുള്ളത്, ഒരു ഒവേറിയൻ സിസ്റ്റ് വളരെ ബൾജ് ചെയ്ത് ബ്രേക്കായി വളരെ അപകട നിലയിലായപ്പോൾ സർജറിക്ക് തൊട്ട് മുൻപുള്ള സ്കാനിങ്ങിലാണ് അവൾ വളരെ ശക്തമായി പറഞ്ഞത് ആ മുഴ അവിടെ കാണാനില്ല. ഉടമ്പടിയിൽ കാണുന്ന ഒരുപാട് അത്ഭുതങ്ങളിൽ ഒന്ന് മാത്രമാണിത്. ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു പോകുമ്പോൾ ഞാനും അപ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാവുക എന്നുള്ളതൊരു മഹാഭാഗ്യമാണ്, മഹാത്ഭുതമാണ് എന്നുകൂടി നമുക്ക് കൂട്ടിച്ചേർക്കാം. അഞ്ജു സണ്ണിക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങളെപ്പോലെ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധമ്മ ഇടപെടാനും നമ്മുടെ ജീവിതത്തിന് അത്ഭുതങ്ങൾ ഉണ്ടാകാനും നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. പരീക്ഷ എഴുതുന്ന, പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്